അപ്പോൾ നമ്മുടെ മഷ്റൂം റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ബട്ടൺ മഷ്റൂമാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില വേണം. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം. ഓക്കെ, ക്യാപ്സിക്കം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കുഴപ്പമില്ല. പക്ഷേ ക്യാപ്സിക്കം ഇട്ടാൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകട്ടെ. നമ്മുടെ ആയിരം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കുഞ്ഞായിട്ട് കട്ട് ചെയ്യുമ്പോഴേ പെട്ടെന്ന് നമുക്ക് വയറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ 2 ചുവന്ന മുളക്, പച്ചമുളക് 2 ഞാൻ ഇട്ട് കൊടുക്കുന്നു. അതാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ട്. ഓക്കെ, ഇതൊന്ന് വഴറ്റിട്ട് ഇതിൽ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ നമ്മുടെ സവാള ഒന്ന് വഴറ്റിക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സവാള വഴറ്റിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കും. ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആവും. അപ്പം ഞാൻ നമ്മുടെ സവാള ടൊമാറ്റോ ഒക്കെ വേണ്ടതിന് ശേഷം അതിൽ 1 ടീസ്പൂൺ ചില്ലി പൗഡർ, അതായത് ഞാൻ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കോറിയൻഡർ പൗഡർ, പിന്നെ വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് സാൾട്ട്, ഇത്രയും ചേർത്തു കേട്ടോ. ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ മഷ്റൂം അതിൽ ചേർത്തു. ഈ മഷ്റൂം ചേർത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഈ പൊടികളൊക്കെ ഇട്ടപ്പോൾ എടുത്ത വീഡിയോ വന്നിട്ട് എനിക്ക് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇത് കൊടുത്തേക്കാം കേട്ടോ. ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ വച്ചിട്ട് 5 മിനിറ്റ് ആയി കണ്ടോ. അതിൽ നിന്ന് വെള്ളം ഊറി വരുന്നുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കോട് ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ മൂടി വെച്ചിട്ട് വീണ്ടും 5 മിനിറ്റ് ആയി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ മഷ്റൂമും ക്യാപ്സിക്കവും എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി പെപ്പർ പൗഡർ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. സാൾട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. കുറച്ച് സാൾട്ട് ഇട്ടതേ ഉള്ളൂ നമ്മൾ. സാൾട്ട് ചെക്ക് ചെയ്യാം. ഒരു നുള്ളു സാൾട്ടും കൂടെ ചേർത്തോളാം. എന്ന് വെച്ചാൽ എരിവ് ആവശ്യത്തിനുണ്ട് കേട്ടോ. പെപ്പറും കൂടെ ഇട്ടപ്പോൾ നല്ല എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ മറ്റേ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ സൂക്ഷിച്ച് ചേർക്കണം. കുറച്ച് പെപ്പറും കൂടെ ഇട്ടപ്പോൾ നല്ല എരിവുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി പോലത്തെ മഷ്റൂം മസാല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടോ, നമ്മുടെ മഷ്റൂം മസാല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി, ദോശ, അപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.